നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ശ്വേതാ മേനോനെതിരായ പരാതിക്കും കേസിനും പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? നടിക്കെതിരെ പരാതി നൽകിയ മാർട്ടിൻ മേനാച്ചേരി ആരാണ്? അയാൾക്ക് പിന്നിൽ ആരൊക്കെയുണ്ട്? ഈ സംഭവമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. എന്നാൽ തനിക്കെതിരെ എടുത്ത കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടി ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. നടപടി വസ്തുതകൾ പരിശോധിക്കാതെയാണെന്നും ഹർജിയിൽ പറയുന്നു. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന പരാതിയിലാണ് ശ്വേതാ മേനോനെതിരെ കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തത്. ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും തന്റെ പരാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് നടിക്കെതിരെ പരാതി നൽകിയ മാർട്ടിൻ മേനാച്ചേരി പറഞ്ഞു. സത്യത്തിൽ ഞാൻ അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ ഈ മാസങ്ങളിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ജൂലൈ മാസത്തിലാണ്. അതേസമയം ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ പരാതി കൊടുക്കുന്നത് ഏപ്രിൽ 30-ാം തീയതി കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതിലും നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ CJM കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുന്നത്. നടിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പോലീസ് പരിശോധന നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാ വിമലാദിത്യ വ്യക്തമാക്കി. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്നും കമ്മീഷണർ പറഞ്ഞു. ഒരു 25 കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 67A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും 3 and 5 ഓഫ് ITP ആക്ടിലാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. ശ്വേതാ മേനോനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ അത് വലിയ വിവാദമായിരിക്കുകയാണ്. സിനിമാ മേഖലയിലുള്ളവർ പലരും ശ്വേതാ മേനോന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നടൻ രവീന്ദ്രനാണ് ആദ്യം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത്. കേസ് ദൗർഭാഗ്യകരമെന്നും ഗൂഢാലോചനയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണമെന്നും രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. നമ്മളെപ്പോഴും വന്നിട്ട് ആൾക്ക് വേണമെങ്കിലും കഴിവരി തേക്കാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ടത് തോന്നുന്നത്. ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാനാണല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേലി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങൾ ഒരുമിച്ച് വന്ന് തീർച്ചയായിട്ടും അഭിനേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തീർക്കും. ഇപ്പോഴത്തെ ഈ പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെതിരെ കുബുദ്ധിപരമായിട്ട് വക്കീലിച്ച് കരിവേരിയാൻ ജയിക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് ഫിലിം പോളിസിയിൽ ഇതിനൊരു നിയമം വരണം. അതേസമയം പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തി. താൻ നൽകിയ പീഡന പരാതിയിൽ മാർട്ടിൻ ഭീഷണിപ്പെടുത്തിയെന്നും മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചതെന്നും സജിത്ര ന്യൂസ് 18 പറഞ്ഞു. അതായത് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന പുള്ളിക്കാരനെ എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല. പക്ഷെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിലെ അലീഷാന എന്നും പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനെതിരെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന കുട്ടി അവരുടെയാണ്, അലീഷാനന്റെയാണ്. അപ്പൊ അത് കേസായിട്ട് നമ്മൾ കോടതിയിൽ നിൽക്കുന്നതാണ്. ഈ അലീഷാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഫസ്റ്റ് ഭീഷണി സ്വരത്തിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മാർട്ടിൻ മേനാച്ചേരി എന്നോട് ആദ്യം പറഞ്ഞത് കർമ്മ ന്യൂസിലെ റിപ്പോർട്ടർ ആണെന്നാണ്, നേരത്തെ അവിടെ ജോലി ചെയ്ത വ്യക്തിയാണെന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് മീഡിയ 1 എന്നും പറഞ്ഞിട്ടുള്ള ചാനലില് പുള്ളിക്കാരുണ്ട്. എന്റെ കയ്യിൽ തെളിവുണ്ട് മേഡം. അവരോട് ഞാൻ വിളിച്ച് ചോദിക്കുന്നതിനും സംസാരിക്കുന്നതിനും. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, ഈ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ, പരാതികളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്ത് മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ വിളിച്ച് പലരിൽ നിന്നും പണം തട്ടാൻ ശ്രമിക്കുന്നുവെന്ന് ഇത്തരം പല പ്രമുഖരടക്കം ഈ രീതിയിൽ ഇയാൾ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്വേതാ മേനോനെതിരായ ഈ കേസിന് പിന്നാലെയാണ് മാർട്ടിൻ മേനാച്ചേരി എന്ന പേര് പൊതുസമൂഹം കേട്ടത്. പിന്നാലെ ഇത് വലിയ വിവാദമാകുന്നുണ്ട്. ഈ പരാതിക്ക് പിന്നിൽ ആരാണ്? മാർട്ടിൻ മേനാച്ചേരിക്ക് പിന്നിൽ ആരാണ്? ഗൂഢാലോചനയുണ്ടോ? ഇയാൾക്ക് പിന്നിൽ സിനിമ ഈ പ്രത്യേകിച്ച് ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിനിമയിലെ
ഉന്നതരാരെങ്കിലും മാർട്ടിൻ മേനാച്ചേരിക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ടോ തുടങ്ങിയ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മാർട്ടിൻ മേനാച്ചേരി പറയുന്നതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ താൻ പരാതി നൽകിയെന്ന് മാർട്ടിൻ മേനാച്ചേരി വിശദീകരിക്കുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്. അതായത് ഗൂഢാലോചനയുണ്ട്, അതായത് പുറത്തു കൊണ്ടുവരട്ടെ എന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് നമ്മളും സംശയിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു പരാതിയുമായി പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അമ്മ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴുള്ളത് ഉണ്ടായതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ശ്വേതാ മേനോൻ മത്സരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരനും മത്സരിക്കുന്നുണ്ട്. ഈ കുക്കു പരമേശ്വരനെതിരായിട്ടും ഒരു മെമ്മറി കാർഡ് വിവാദം, അതും മീട്ടു ആരോപണങ്ങൾ 2018 നടന്ന ഒരു മീറ്റിംഗ്, അതിൻ്റെ ഒരു മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞ് ചില താരങ്ങൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഈ കുക്കു പരമേശ്വരൻ ഇത്തരത്തിൽ മത്സരിക്കാൻ യോഗ്യല്ല എന്ന് പരസ്യമായി പലരും പ്രതികരിക്കുന്നുണ്ട്. ശ്വേതാ മേനോനും ഇതുപോലെ ഒരു മത്സരത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തിയാണ്. ജയം ശ്വേതാ മേനോന് തന്നെയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. വലിയ പിന്തുണയാണ് ശ്വേതാ മേനോനുള്ളത്. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആരോപണം ശ്വേതാ മേനോന് വരുന്നു, കേസ് വരുന്നു. അങ്ങനെയാണെങ്കിൽ ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ അത് ശ്വേതാ മേനോനും ബാധകമല്ലേ എന്നാണ് ഒരു വിഭാഗം ചില താരങ്ങൾ ഉന്നയിക്കുന്നത്. ഇതെല്ലാം കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമെന്ന് തന്നെയാണ് ഈ ശ്വേതാ മേനോനെ അനുകൂലിക്കുന്ന താരങ്ങൾ പറയുന്നത്. ഇതിന് പിന്നിൽ മാലാപാർവതി അടക്കം ബാബുരാജിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഇതിന് പിന്നിൽ ബാബുരാജാണ്. ആരോപണ വിധേയനായ ബാബുരാജ് മാറി നിൽക്കണമെന്ന് താനടക്കമുള്ള ചില അംഗങ്ങൾ ഉന്നയിച്ചതിന്റെ പ്രതികാരമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തൻ്റെ നേതൃത്വത്തിൽ ഉന്നയിക്കുമെന്ന രീതിയിലേക്ക് പലരോടും ബാബുരാജ് പറഞ്ഞു എന്ന തരത്തിലാണ് പല വനിതാ താരങ്ങളുമൊക്കെ പ്രതികരണം നടത്തുന്നത്. നടൻ രവീന്ദ്രൻ പറയുന്നത് സിനിമയിലുള്ള ആരും തന്നെ ശ്വേതാ മേനോനെതിരെ ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്തെത്തില്ല. പ്രത്യേകിച്ച് വളരെ ഈ പരാതി പോലും നമുക്ക് ഏത് രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം പാലേരി മാണിക്യ, രതിനിർവേദം, കളിമണ്ണ് തുടങ്ങിയ സിനിമകളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പാലേരി മാണിക്യം എന്ന ചിത്രത്തിന് ശ്വേതാ മേനോന് സ്റ്റേറ്റ് അവാർഡ് വരെ നൽകിയതാണ്. സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടാണ് ഈ സിനിമകളൊക്കെ പ്രദർശിപ്പിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ചിത്രമാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പരാതി നിലനിൽക്കുക എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും സിനിമയിലെ ചില ആളുകൾ തന്നെയാണ് ഈ പരാതിക്കാരന് പിന്നിൽ എന്ന് തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ രൂക്ഷമായി ഉന്നയിക്കുന്നത്. അതിൽ നടൻ ബാബുരാജിന്റെ പേര് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ചില നടിമാർ. എന്തായാലും ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തനിക്ക് ശ്വേതാ മേനോനും ഇത് തന്നെയാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. താൻ അമ്മ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് വരികയാണ്, അതിൽ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെയാണ് മത്സരിക്കുന്നത്. തന്റെ വിജയം ഭയപ്പെടുന്നവരാണ് ഇതിന് പിന്നിൽ എന്നാണ് ശ്വേതാ മേനോൻ. മാർട്ടിൻ മേനാച്ചേരി ശ്വേതാ മേനോനെതിരെ പോലീസ് പരാതി നൽകുന്നു. അപ്പോൾ അതിനുശേഷം കോടതിയെ സമീപിക്കുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് പോലീസ് സ്വീകരിക്കേണ്ട നടപടിയാണ്, കാരണം കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ. പക്ഷെ അത് വിശദമായി പരിശോധിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും ആ കേസിൽ ഉണ്ടാകാൻ പോകുക എന്നത് കണ്ടറിയേണ്ടതാണ്. പക്ഷെ അതോടൊപ്പം ഇതിന് പിന്നിൽ ഗൂഢാലോചനയുടെ കൊട്ടേഷൻ പരാതിയാണെന്ന രൂക്ഷമായ വിമർശനമാണ് സിനിമാ മേഖലയിലുള്ളവ ഉയർത്തുന്നത്. അങ്ങനെ സംശയിക്കണോ? അതേക്കുറിച്ച് ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതേക്കുറിച്ചും പോലീസ് അന്വേഷിക്കുമോ? ടോം, പോലീസിൽ ആദ്യം ഈ പരാതിക്കാരൻ സമീപിക്കുന്നുണ്ട്. പക്ഷെ പോലീസിന് അറിയാം ഈ കേസ് എടുത്താൽ പോലും അത് നിലനിൽക്കില്ല എന്ന്. കാരണം സെൻസർ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. സംസ്ഥാന സർക്കാർ പോലും പുരസ്കാരം നൽകി അനുമോദിച്ച ഒരു നടിയാണ് ശ്വേതാ മേനോൻ. ഇവർ പറയുന്ന ഒരു ആഡിൽ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു എന്ന് പറയുന്നതിൽ പോലും എന്താണ് ഇത്രയും മോശം അല്ലെങ്കിൽ അശ്ലീലമായിട്ട് അവർ അതിൽ കാണിക്കുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ഇതൊരു കേസായി നിലനിൽക്കുക എന്ന് സ്വാഭാവികമായിട്ടും പോലീസ് ചിന്തിച്ചത് കൊണ്ടാണ് പോലീസ് ഇത് കേസെടുക്കാതെ ഈ പരാതിക്കാരനെ മടക്കി അയച്ചത്. പക്ഷേ കോടതിയിലേക്ക് പോകുന്നു. കോടതി പറഞ്ഞത് പോലീസ് ഇത് കേസെടുത്ത് അന്വേഷണം നടത്തട്ടെ എന്നാണ്. സ്വാഭാവികമായും പോലീസിന്റെ അന്വേഷണത്തിൽ ശ്വേതാ മേനോന് അനുകൂലമാകുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും പോലീസ് എടുക്കുക. കാരണം ഈ ഇറങ്ങിയ സിനിമകളുടെ പേരിൽ ഒരു നടിക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമയുണ്ടാകുക? അല്ലെങ്കിൽ മലയാള സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും ഇതിലെ അണിയറ പ്രവർത്തകർക്കെതിരെ ഒക്കെ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യമല്ലേ പോലീസ്
ഉണ്ടാകുക. അതുകൊണ്ട് ശ്വേതാ മേനോന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും അന്വേഷണ സംഘവും എടുക്കുക. ഇവർ അഭിനയിച്ച ഈ പറയുന്ന സിനിമകളും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അഭിനയിച്ചതെല്ലാം പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്ന അശ്ലീല സൈറ്റുകളൊന്നും തന്നെ ഇന്ത്യയിലും പ്രവർത്തിക്കുന്നില്ല. ഇന്ത്യയിൽ ബാൻ ആയിട്ടുള്ള സൈറ്റുകളിലാണ് ഈ വീഡിയോ വന്നതെന്ന് കൂടി പരാതിക്കാരൻ പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഒപ്പം ഈ പരാതിക്കാരൻ്റെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പരാതിക്കാരന് പിന്നിൽ കൃത്യമായിട്ടുള്ള ചില ആളുകളുണ്ടെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതുതന്നെയാണ് ശ്വേതാ മേനോനും ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. കേസ് ഉടനെ തന്നെ പരിഗണിക്കണമെന്ന് കൂടി ശ്വേതാ മേനോൻ അപേക്ഷിക്കുന്നുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് 15-ാം തീയതിയാണ്. അപ്പോൾ ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോയാൽ താൻ ഒരു ആരോപണ വിധേയയായി നിൽക്കുമ്പോൾ മത്സരിക്കുക എന്ന് പറയുന്നതിൽ പോലും ചില താരങ്ങൾക്കെങ്കിലും ഒരു എതിർപ്പുണ്ടാകും. അതൊഴിവാക്കാൻ വേണ്ടി എത്രയും വേഗം ഈ ഹർജി പരിഗണിച്ച് ഈ കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഈ ശ്വേതാ മേനോൻ ആവശ്യപ്പെടുന്നത്. ഇനി കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. ഒരു പക്ഷത്ത് സിനിമ ഒരു തിരഞ്ഞെടുപ്പ് ഈ പരാതിക്കാരനായിട്ടുള്ള മാർട്ടിൻ മേനാച്ചിയുടെ പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതാണ്. ഇയാൾ പലരെയും ഇതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. ഇയാളുടെ വാഹനത്തിൽ പോലും പ്രസ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ. ഇയാൾ ആരാണെന്ന് ഒരുപക്ഷെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അത്തരമൊരു കൊട്ടേഷൻ പരാതിയാണോ? ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ് നോക്കി? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഇയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. ചില മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ഓൺലൈൻ ചാനലുകളിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. എന്നുവെച്ച് ഒരു സിനിമാ താരത്തിനെതിരെ ഒരു മാനദണ്ഡമില്ലാതെ എന്ത് പരാതി നൽകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ഏത് രീതിയിലും പരാതി നൽകുന്ന രീതിയിലേക്ക് ഇതൊക്കെ കടന്നു കഴിഞ്ഞാൽ അത് വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നു കയറ്റമായിട്ടൊക്കെ കരുതാൻ കഴിയുകയുള്ളൂ. ഈ പരാതിക്കാരൻ പറയുന്നത് പ്രകാരം മാർച്ച് മാസത്തിലാണ് ഇയാൾ പരാതി നൽകിയത്. അന്ന് കോടതി പോലീസ് കേസെടുത്തിരുന്നില്ല. ഇതിനെ തുടർന്നാണ് കോടതിയെ സമീപിക്കുകയും കോടതി ഇത് കേസെടുക്കണം അല്ലെങ്കിൽ ഇതിൽ അന്വേഷിക്കാൻ പോലീസിനോട് സെൻട്രൽ സ്റ്റേഷനിലോട് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്നാലും അന്വേഷണം ഒരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ ഈ പരാതിക്കാരനെതിരെയും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കള്ള പരാതികൾ നൽകി ആളുകളിൽ നിന്നും പണം തട്ടുന്ന ഒരാളായിട്ടാണ് ഇയാളെ പലരും ഇയാൾക്കെതിരായിട്ടുള്ള വെളിപ്പെടുത്തലൊക്കെ നടത്തുന്നത്. ഇന്നും ന്യൂസ് 18 ഒരു യുവതി അടക്കം ഇത് ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. തന്നെയും പലരും പണം തട്ടാൻ ശ്രമിച്ചെന്ന ആരോപണങ്ങൾ കൂടി ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഈ പരാതിക്ക് പിന്നിലും ഇത്തരം ഗൂഢാലോചനയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണം. യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനുമെതിരായ അധിക്ഷേപ പോസ്റ്റ് പിൻവലിച്ച നടൻ വിനായകൻ അസഭ്യം ഒഴിവാക്കി വിമർശനം ഉന്നയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റും വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരുടെ പച്ച മലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുമെന്നുമാണ് വിനായകൻ പുതിയ FB പോസ്റ്റിൽ പറയുന്നത്. ഇതിനിടെ അധിക്ഷേപ പോസ്റ്റിൽ നടപടി ആവശ്യപ്പെട്ട് വിനായകനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് NS നുസൂറാണ് DGPക്ക് പരാതി നൽകിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇതിങ്ങനെ തുടർച്ചയായി പല മഹാന്മാരെയും മഹാത്മജി അടക്കമുള്ള ഉന്നതരെ അധിക്ഷേപിച്ചുള്ള പോസ്റ്റുകൾ തുടർച്ചയായി ഇടുന്നു. യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും വൃത്തികേട് പറഞ്ഞുകൊണ്ട്, അങ്ങേറ്റം അസഭ്യം പറഞ്ഞുകൊണ്ട് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ അത് പോസ്റ്റ് പിൻവലിച്ചെങ്കിൽ പോലും തൊട്ടു പിന്നാലെ, അതായത് ഇന്ന് രാവിലെ ഒരു 10 മണിയോട് കൂടി രണ്ടാമത്തെ പോസ്റ്റ്, അതിൽ അസഭ്യമില്ല, അശ്ലീലമില്ല, പക്ഷേ രൂക്ഷമായ വിമർശനങ്ങൾ. താൻ ഇതുപോലുള്ള തൻ്റെ ഈ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകില്ല, ഇനിയും ഇതുപോലെ അസഭ്യം പറയുമെന്ന് തന്നെ വ്യക്തമാക്കിയാണ് വിനായകൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ഇയാളൊരു പൊതുശല്യമായി മാറുകയാണോ ആജ്ഞ? നിരന്തരം ഇത്തരം പരാതികൾ വന്നിട്ടും എന്തുകൊണ്ടാണ് വിനായകനെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാത്തത്? അത് പ്രത്യേകിച്ചും അത്തരം നിയമസാധ്യതകൾ ബാക്കി നിൽക്കെ വിനായകനെതിരെ അത്തരം നടപടികളിലേക്ക് പോകുന്നില്ല. പലപ്പോഴും പലയിടത്തു നിന്നും വിനായകനെതിരെ ഉയർന്നു വന്ന വിമർശനം പ്രധാനമായും ഒന്നുകിൽ വിനായകൻ
ദളിത് എന്നുള്ള ഒരു ലേബൽ ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ ഇരവാദം ഉന്നയിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് അധികൃതന്റെ ഒരു എല്ലാ തരത്തിലുള്ള അവർക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളെ മറന്നു നിർത്തിയാണ് വിനായകൻ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് എപ്പോഴും കടക്കുന്നത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കഴിഞ്ഞ ആഴ്ചയാണ് മഹാത്മജി, അതായത് VS മറ്റ് സാഹചര്യത്തിലായിരുന്ന വിനായകൻ അത്തരത്തിലൊരു അധിക്ഷേപ പോസ്റ്റ് അതായത് രാജ്യത്തിലെ പ്രമുഖരായ അല്ലെങ്കിൽ ഓർക്കേണ്ടുന്ന എപ്പോഴും സ്മരണയിലിരിക്കേണ്ടുന്ന മഹാത്മാക്കളായ ആൾക്കാരെ കൂടി ചേർത്ത് വിനായകൻ എൻ്റെ അച്ഛനും ചത്തു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പോസ്റ്റ് തുടർന്ന് അതിനെതിരെ നടപടി ഉണ്ടായില്ല. തുടർന്ന് ഇന്നലെ അടൂരിനും യേശുദാസിനുമെതിരെ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അതും അങ്ങേയറ്റം ടോം സൂചിപ്പിച്ച പോലെ അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അത് പിൻവലിച്ചിട്ട് ഇന്ന് വീണ്ടും പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. പക്ഷേ പോസ്റ്റ് ഇട്ട ഇന്ന് വിമർശനമാണ്. എന്നിരുന്നാൽ പോലും ഇന്നും ഇട്ടിരുന്ന പോസ്റ്റ് മാത്രമാണ് വിനായകൻ ഇട്ടിരുന്നതെങ്കിൽ അത് നമുക്ക് ന്യായീകരിക്കാമായിരുന്നു. കാരണം അതിൽ കഴമ്പുണ്ട്. കാരണം അടൂർ സംസ്കൃതത്തിൽ തെറി പറയുന്നവരോട് മലയാളത്തിൽ അസഭ്യം പറയേണ്ടി വന്നാൽ പറയും. അല്ലെങ്കിൽ യേശുദാസ് നേരത്തെ സ്ത്രീകൾ ലെഗിങ്സും ജീൻസും ഇട്ട് വരുന്നതിനെ പറ്റി വളരെ മോശം പരാമർശം നടത്തിയിരുന്നു. അതുപോലെ ചാലയിലെ തൊഴിലാളികൾ സെക്സ് കാണാൻ വേണ്ടിയാണ് തിയേറ്ററിന്റെ വാതിലുകൾ പൊളിച്ചു നീക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികൾ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് കൊണ്ടാണ് ചലച്ചിത്രമേളയിൽ ടിക്കറ്റുകൾ നിർബന്ധമാക്കിയത് എന്ന് അടൂർ പറയുന്നു. അത്തരം സാഹചര്യങ്ങളോടൊക്കെ പ്രതികരിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ പ്രതികരിക്കേണ്ട രീതി കഴിഞ്ഞ ദിവസം വരെ വിനായകൻ ചെയ്തത് ശരിയായിരുന്നു. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള പല വിഷയങ്ങളിൽ വിനായകൻ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ ഇത് പച്ചയ്ക്ക് അതല്ലെങ്കിൽ അസഭ്യം പറയുന്നത്, ഒബ്സീൻ വേർഡ്സ് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് നിയമവിരുദ്ധമാണ്. അത് പ്രത്യേകിച്ച് പബ്ലിക്കിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അത്തരം അസഭ്യ വർഷങ്ങൾ നടത്തുന്നത് നിയമപരമായി തെറ്റു തന്നെയാണ്. അത് റിപ്പോർട്ട് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണെങ്കിൽ കൂടിയും അത്തരം ഇതിനെതിരെ കേസെടുക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നിട്ടും സിനിമ മേഖലയിലുള്ള ആളുകളുടെ ഈ വിനായകൻ അടങ്ങുന്ന മറ്റുള്ള വീണ്ടും തുടർച്ചയായി ഫേസ്ബുക്കിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഏറ്റവും ഒടുവിൽ ന്യൂസ് 8ന്റെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകയായിട്ടുള്ള അപർണ കുറുപ്പിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന രീതിയിൽ പോലും ഇയാൾ അങ്ങേറ്റം മോശമായ രീതിയിൽ പോകുന്ന ഒരു 23 മിനിറ്റ് മുൻപ് അപർണയുടെ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്നും എഴുതിയിട്ടില്ല. കാരണം ഇന്നൊരു ഉച്ചയ്ക്ക് 12 മണിക്ക് ന്യൂസ് 8 ഈ വിഷയം, ഈ വിനായകൻ തുടർച്ചയായി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ്. ഇനി അതാണോ വിനായകനെ പ്രകോപിപ്പിച്ചതെന്ന് അറിയില്ല. മറ്റൊന്നും അതിൽ എഴുതിയിട്ടില്ല. അപർണയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ പറയുന്ന അതായത് നമ്മൾ ആ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് അപർണയുടെ ചിത്രം വരെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അയാളുടെ പ്രതിഷേധം പല തരത്തിൽ അറിയിക്കുകയാണ്. അത് പ്രതിഷേധിക്കാനോ വിമർശിക്കാനോ ആർക്കും അധികാരമുണ്ട്. പക്ഷേ അത് പരിധി കടന്ന് അതല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അയാളുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ബാക്കിയാകുന്നത്. കാരണം ഇത്രയധികം മോശം പരാമർശങ്ങൾ, അത് പ്രത്യേകിച്ചും അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ട് പോലും വിനായകനെതിരെ ഒരു വിരലനക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപലപനീയം. അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ? അത് നിയമവിരുദ്ധമായി ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് വിനായകന് മാത്രം ഇളവുണ്ടാകുന്നത് അല്ലെങ്കിൽ ഇളവ് നൽകുന്നത്? ദളിത് എന്നുള്ളൊരു കൺസിഡറേഷൻ ആണോ? അങ്ങനെയെങ്കിൽ അത്തരം പരിഗണനകൾ ലഭിക്കേണ്ടുന്ന ഒരുപാട് ആളുകളില്ലേ സിനിമാ മേഖലയിലുള്ള ആളുകൾ? തീർച്ചയായും അത് തന്നെയാണ് ആജ്ഞ. കാരണം വിനായകൻ ഇതുപോലെ തുടർച്ചയായി മറ്റുള്ളവരെ ആക്ഷേപിച്ചു കഴിഞ്ഞാലും ഇയാളെ ന്യായീകരിച്ച് കുറച്ച് പേർ രംഗത്തെത്തുന്നുണ്ട്. അവിടെ ദളിതുവാദം ഉയർത്തുന്നു. ഇയാൾക്ക് എന്ത് വൃത്തികേടും മറ്റുള്ളവരോട് പറയാം. അത് VS അച്യുതാനന്ദൻ ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, അത് ഗാന്ധിജി ആയിക്കോട്ടെ, ആരെയും എന്ത് വൃത്തികേട് പറഞ്ഞാലും വിനായകനെതിരെ പോലീസ് കേസെടുക്കുന്നില്ല. മറ്റ് സാധാരണക്കാരനാണെങ്കിൽ കേസായി, പിന്നെ പോലീസ് നടപടികളായി, അങ്ങനെ കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ ഒരു സാഹചര്യമാണ്. എന്ത് പ്രിവിലേജാണ് വിനായകന് ഈ നാട്ടിലുള്ളതെന്ന ചോദ്യം സ്വാഭാവികമായും പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലേ?
തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ പൊതുബോധത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. കാരണം എന്ത് പ്രിവിലേജാണ് വിനായകന് മാത്രമുള്ളത്? അതായത് ആളുകളെ അധിക്ഷേപിക്കുന്നു, മഹത് വ്യക്തികളെ അധിക്ഷേപിക്കുന്നു, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു. അത്തരത്തിൽ നേരത്തെ പിന്നെ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകയോട് വളരെ ഓപ്പൺ ആയിട്ട് വൃത്തികേട് വിളിച്ചു പറഞ്ഞ ഒരാൾ കൂടിയാണ് വിനായകൻ. ആ ഒരു സാഹചര്യത്തിൽ പോലും ഒന്ന് അപ്പോളജൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആള് ഏത് തരത്തിലുള്ള വ്യക്തിഹത്യയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനോ ഓരോ നിയമ സംവിധാനങ്ങളും തയ്യാറായിട്ടില്ല എന്ന് വേണം. അത് വിനായകൻ പറയുന്നതല്ലേ, അത് അങ്ങനെ വിട്ടേരെ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് നൽകിയിരിക്കുന്ന പരാതിയിലും വിനായകന്റെ മാനസികാവസ്ഥ പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മാനസികാവസ്ഥയാണോ അതോ മുന്നിൽ കാണുന്ന എന്തിനോടും ഏതിനോടും മുൻപിലുള്ള വ്യക്തിയോട് ബഹുമാനമില്ലാതെ അല്ലെങ്കിൽ അവരെ കൺസിഡർ ചെയ്യാതെ, അവരെ പരിഗണിക്കാതെ, സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡുകൾ, സമൂഹത്തിന്റെ രീതികളെ പരിഗണിക്കാതെ ഇത്തരത്തിലുള്ള എന്ത് വൃത്തികേടും എന്ത് അശ്ലീലവും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരള സമൂഹത്തിലുണ്ടോ? അതാണോ? അത് വിനായകന് മാത്രം അനുവദനീയമാണോ? അതോ എനിക്കും ടോമിനും മറ്റുള്ളവർക്കും അടങ്ങുന്ന എല്ലാ ആളുകൾക്കും ഈ പ്രിവിലേജ് ഉണ്ടോ? എനിക്ക് മറ്റൊരാളോട് തെറി പറയാനോ അല്ലെങ്കിൽ അസഭ്യം പറയാനുള്ള റൈറ്റ് ഉണ്ടോ? തീർച്ചയായും ആജ്ഞയിലേക്ക് വരാം. ഇപ്പോൾ അപർണ കുറുപ്പ് തന്നെ ചേരുന്നുണ്ട്. അപർണ, നമ്മൾ കണ്ടതാണ് തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിനായകൻ മറ്റുള്ളവരെ, അതായത് മഹാത്മജിയെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, VS അച്യുതാനന്ദനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഏറ്റവും ഒടുവിൽ യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും ആക്ഷേപിക്കുന്നു, അങ്ങേറ്റം വൃത്തികേട് പറയുന്നു. പക്ഷേ ആരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയില്ല, പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. ഇന്ന് ന്യൂസ് 18 ഈ വിഷയം വിശദമായി അപർണ ചർച്ച ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ 23 മിനിറ്റ് മുൻപ് വിനായകന്റെ ഫേസ്ബുക്കിൽ ആ പേജിൽ അപർണയുടെ ഒരു ചിത്രം മാത്രം പങ്കുവെച്ചിട്ടുണ്ട്, മറ്റൊന്നും എഴുതിയിട്ടില്ല. ഒരുപക്ഷെ എന്തായിരിക്കാം ഇയാളെ പ്രകോപിപ്പിച്ചത്? അങ്ങനെ ഒരു വിമർശനം അപർണയുടെ ഭാഗത്ത് നിന്ന് വിനായകനെതിരെ ഉയർന്നിരുന്നോ? ടോം, ആ ചിത്രം ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഈ തരത്തിലുള്ള അസഭ്യ പോസ്റ്റുകൾ ഇടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നാക്ക വിഭാഗങ്ങളോടുള്ള ഐക്യപ്പെടലല്ല, മറിച്ച് ഇതൊരു മാനസിക രോഗമാണ്, മിനിമം ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് എങ്കിലും കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. അത് നമ്മൾ ഇന്നലെ രാത്രി ഒരു 10 മണിയോടുകൂടി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയിലെ ഒരു സ്ക്രീൻ ഷോട്ടാണ് വിനായകനെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ ഉദ്ദേശിക്കുന്നത് അത് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പോലും അതൊരു അസഭ്യം നിറഞ്ഞ ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും വിനായകനെ പോലെയുള്ള ഒരാളിൽ നിന്ന് ഇത് വരുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്നലെ പറഞ്ഞ വീഡിയോ, ഇന്ന് നടന്ന ചർച്ചയ്ക്ക് ഉപരി വിനായകനെ പ്രകോപിപ്പിച്ചത് ഇന്നലത്തെ വീഡിയോ ആണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെ നമ്മളൊരു മാധ്യമപ്രവർത്തക എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിലോ ഇത്തരത്തിൽ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത് സമൂഹത്തോടുള്ള ഒരു മിനിമം ഉത്തരവാദിത്തമെങ്കിലുമാണ്. ആ തരത്തിലാണ് വീഡിയോ ചെയ്തത്. മാത്രമല്ല ഇതിൽ വിനായകൻ ഇങ്ങനെ ഒരു അസഭ്യ പോസ്റ്റ് ഇടുകയും അതിൽ ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത, ടോമ ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞത്, പുറത്തിറങ്ങി പറഞ്ഞാൽ കണ്ണടച്ച് തല്ല് കിട്ടാൻ സാധ്യതയുള്ള അത്രയും വലിയ വഷളത്തരം, അശ്ലീലം എന്ന് പറയണം, ആ അശ്ലീലമാണ് വിനായകൻ ആ പോസ്റ്റിൽ പറഞ്ഞത്. അതിന് ലൈക്ക് അടിക്കാനും അത് ഷെയർ ചെയ്യാനും അത് അനുകൂലിക്കാനും ഒരുപാട് പേര് ആ സ്ഥലത്തുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ഒരു സൈബർ പക്ഷമാണോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികളാണോ ഇങ്ങനെ ഒരു സൈബർ പക്ഷമായിട്ട് വരുന്നത് എന്നുള്ളൊരു വിമർശനം ആ വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നു. ഇതിലൊരു വലിയ വിഷയം എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അതിൽ പുഷ്പാവതി പൊയ്പാടത്ത് പോലെ ഒരു ഗായിക എഴുന്നേറ്റ് നിന്ന് ഇതിനെതിരെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു സന്ദേശം ഈ സമൂഹത്തിന് കിട്ടിയതാണ്. ആ സന്ദേശത്തിനൊപ്പം ഒരു വലിയ മൂവ്മെൻ്റ് ആയിട്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ നിന്നപ്പോൾ അത് മുഴുവൻ റദ്ദാക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഇന്നലെ വിനായകൻ്റെ ഭാഗത്തുനിന്നുണ്ടാക്കിയത്. പട്ടികജാതി പട്ടിക വർഗ വിഭാഗക്കാർക്കായിട്ട് ഏതെങ്കിലും തരത്തിൽ ഐക്യപ്പെടലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിച്ചാണ് പറയുന്നതെങ്കിൽ അവർ നടത്തുന്ന ശ്രമങ്ങളെ മുഴുവൻ റദ്ദാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കല്ല, എല്ലാ പരിശ്രമങ്ങളെയും എല്ലാ മൂവ്മെൻറ്റുകളെയും റദ്ദാക്കുന്ന തരത്തിലുള്ള ഒരു പാഴ്വേല വിനായകൻ കാണിക്കുകയാണ്. അതാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അയാൾക്കതിൽ പ്രകോപനമുണ്ടാകും. ഇതിനു മുൻപും നമുക്കറിയാം ദിനുവയിൽ അടക്കമുള്ള ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെ വിനായകനെതിരെ കേസ് കൊടുത്തതാണ്. ആ കേസ് കൊടുത്തത് പോലും
ദളിത് കുട്ടികൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വിനായകനെ വിളിക്കുമ്പോൾ വിനായകൻ വളരെ മോശം രീതിയിൽ ഈ ആക്ടിവിസ്റ്റുകളോട് ലൈംഗിക ചുവയോടുകൂടി ദിനുവയിലടക്കമുള്ള ആക്ടിവിസ്റ്റുകളോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പോസ്റ്റിൽ അത്ഭുതപ്പെടാനില്ല. ഏതെങ്കിലും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ എല്ലായ്പ്പോഴും നടത്തുന്ന ഒരാളാണ് വിനായകൻ. അതല്ലാതെയും വളരെ മോശം ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് വിനായകൻ. അശ്ലീല പ്രദർശനം നടത്തിയാൽ അതുപോലും സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ പച്ചയായ മനുഷ്യൻ ഇങ്ങനെ ചില പച്ചയായ ഭാഷകളും പച്ചയായ ദൃശ്യങ്ങളുമൊക്കെയാണ് കാണിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരാളാണ് വിനായകൻ. പക്ഷേ ഇത്തവണ ഇത് ഒരു പരിധി കടന്നിരിക്കുന്നു. ഇത് നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. നിയമ നടപടികൾ ഉണ്ടാകണം. യൂത്ത് കോൺഗ്രസ് നിയമ നടപടിക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനു മുൻപ് ഒരുപാട് കേസുകളുണ്ട്. ഇത് വിനായകനെ ഉയർത്തിപ്പിടിച്ച് നടക്കാതിരിക്കാൻ എല്ലാ ഇടതുപക്ഷ അനുകൂലികളെന്ന് പറയുന്നില്ല. പക്ഷേ സൈബർ ഭാഗത്ത് അങ്ങനെ ഒരു അനുകൂലവാദികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് അത് എങ്ങനെയാണ് ഗുണകരമാക്കുക, ഏത് പുരോഗമനവാദമാണ് വിനായകന്റെ ഭാഗത്ത് എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. സ്വാഭാവികമായിട്ട് ഇത് ഈ ഒരു പ്രകോപനം കൊണ്ടായിരിക്കണം ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. ഏതായാലും വിനായകനെതിരെ പരാതി നുസൂർ അടക്കം നൽകിയ പരാതി അവിടെ നിൽക്കുകയാണ്. ഇത് പുതിയ കാര്യമല്ല. കാര്യങ്ങൾ തുറന്ന് പറയുന്നിടത്ത് ഈ രീതിയിൽ മോശം പരാമർശം അല്ലെങ്കിൽ മോശം തരത്തിൽ അത് ഒരു ലക്ഷ്യത്തിൽ ഒരു ചിത്രം ഇടുകയാണെങ്കിലൊന്നും നമുക്ക് പറയാനുള്ളതിലൊന്നും നമ്മൾ പിറകിലോട്ട് പോവുകയുമില്ല. ടോം, തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇനിയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇയാൾ വൃത്തികേടാണ് പറഞ്ഞെങ്കിൽ വൃത്തികേട് തന്നെ എന്ന് നമുക്ക് തുറന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ അപർണയെക്കുറിച്ച് മറ്റ് പരാമർശങ്ങളില്ലെങ്കിൽ പോലും ആ ഫോട്ടോ അതിൻ്റെ അകത്ത് അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അയാൾ ചോദിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇവിടെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രത്യക്ഷത്തിലൊരു അധിക്ഷേപം ഒന്നുമില്ലാത്ത രീതിയിലുള്ള ചിത്രമാണ്. പക്ഷേ ഇങ്ങനെ ഒരു പൊതുശല്യമായി മാറുന്ന വിനായകനെതിരെ അവിടെ ഇരവാദം മുഴക്കുന്ന അല്ലെങ്കിൽ അയാളൊരു ദളിതുവാദം മുഴക്കുന്നു, ഇയാൾ എന്ത് വൃത്തികേട് പറഞ്ഞാലും അത് അയാളുടെ ഒരു പശ്ചാത്തലമാണ് അതിനൊക്കെ കാരണം. ഇതുപോലെ ഈ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന അല്ലെങ്കിൽ വളരെ ഒരു മോശമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന വ്യക്തി ആയതുകൊണ്ട് സ്വാഭാവികമായും അത്തരം പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും എന്ന രീതിയിൽ ഇപ്പോഴും ഇന്നലത്തെ ആ പോസ്റ്റിനെ പോലും ന്യായീകരിക്കുന്ന രീതിയിൽ പലരും പ്രതികരിക്കുന്നതായി കേട്ടു. പക്ഷേ എന്ത് പ്രിവിലേജാണ് ഇവിടെ ഒരു സിനിമാ താരം ആർക്കെതിരെ അധിക്ഷേപം നടത്തിയാലും, അടൂർ ഗോപാലകൃഷ്ണൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വിനായകനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമാ താരം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെങ്കിൽ പോലും ഇത്തരം പീഡന പരാതികളൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്കൊരു സിനിമാ മേഖലയിലുള്ളവർക്ക് എന്തോ ഒരു പ്രിവിലേജ്. നമുക്ക് മുകേഷിനൊക്കെ കോടതിയിൽ പോയി ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം പോലും നമ്മുടെ നിയമ സംവിധാനം ഇവിടുത്തെ പോലീസ് ഒരുക്കി കൊടുക്കുന്നു. അത്തരം ഒരു പ്രിവിലേജ് എന്തിനാണ് ഇതുപോലുള്ള സിനിമാ നടന്മാർക്ക്, താരങ്ങൾക്ക് നൽകേണ്ടത്? ടോം, നേരത്തെ ഇത് ആദ്യത്തെ കേസല്ല വിനായകനെതിരെ വരുന്ന പല കേസുകളും നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഇത് ചർച്ച നടന്ന സമയത്തും ഈ കേസുകൾ തുടർന്നു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ള വിഷയമാണ്. കലാകാരനാണെങ്കിൽ ഏത് തരത്തിലുള്ള പ്രിവിലേജും എടുക്കാമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണോ? അപ്പോൾ ആ രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സ്ത്രീ സംരക്ഷണ പ്രവർത്തകരാണെങ്കിലും ആക്ടിവിസ്റ്റുകളും അതിനൊപ്പം നിൽക്കുകയില്ല എന്നുള്ളതാണ്. കാരണം ഈ വിനായകൻ നടത്തിയ പല മോശം കാര്യങ്ങൾക്കും ഇടതുപക്ഷത്തിൻ്റെയും പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ എവിടെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് നിയന്ത്രിക്കേണ്ടത്, എവിടെയാണ് ഇടപെടേണ്ടത് എന്ന് തീരുമാനിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സാംസ്കാരിക സംഘടനകൾ കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനമെടുക്കണം. മലയാള സിനിമയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം. മലയാള സിനിമാ മേഖലയിൽ നിന്ന് തൽക്കാലം ആരും ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ഇരവാദം, എന്തൊക്കെ തരത്തിലുള്ള കഥകളും പോസ്റ്റുകളൊക്കെ ആയിരിക്കും വിനായകനിൽ നിന്ന് അവർക്ക് ഉണ്ടാകുക എന്നുള്ളത് ഉറപ്പല്ലേ? അത് ആ ഒരു ജീവഭയം കൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയെ നമുക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് ഒരു പൊതു ശല്യമായിട്ട് മാറുന്ന രീതിയിലേക്ക് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ സംഘടനകളാണ്. ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ തണലിലാണ് ഈ വളരുന്നതെങ്കിൽ ഇതിങ്ങനെയല്ല. വ്യക്തമാണ്. അപർണ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പോലീസും രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഇവിടുത്തെ ഭരണകൂടവും ഇടപെടേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇതുപോലെ ഇയാൾക്ക് എന്ത് വൃത്തികേടും പറയാവുന്ന ഒരു സാഹചര്യം, അത് ഫേസ്ബുക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇയാളുടെ പൊതു മേഖലയിലായിക്കോട്ടെ, അതിനുള്ള സാഹചര്യം ഉണ്ടാകരുത്. കാരണം ഇതിൽ നിരവധി മനുഷ്യർക്ക് ഇതിന് മറ്റു രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ്. സാധാരണക്കാരായിട്ടുള്ളവർ, സ്ത്രീകളൊക്കെ ഇത് കാണാനുള്ള ഇങ്ങനത്തെ വൃത്തികേടൊക്കെ അത് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രദർശിപ്പിക്കാനും പോലും കഴിയാത്ത രീതിയിലുള്ള അങ്ങേയറ്റം അസഭ്യവാക്കുകളായിരുന്നു വിനായകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ശ്വേതാ മേനോനെതിരായ കേസിന് ഹൈക്കോടതി, അതിൻ്റെ തുടർ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ നൽകിയിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് എത്താൻ ഇടപെടലിന് ശേഷം
ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. നടി ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടിക്ക് സ്റ്റേ. ഹൈക്കോടതിയാണ് സ്റ്റേ അനുവദിച്ചത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇന്നലെ പോലീസ് കേസെടുക്കുന്നു, ഇന്ന് ശ്വേതാ മേനോൻ കോടതിയെ സമീപിക്കുന്നു. ഇപ്പോൾ ആ കേസിന്റെ തുടർ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. എന്താണ് വ്യക്തമാക്കിയിരിക്കുന്നത് കോടതി? ടോം, ശ്വേതാ മേനോനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതായത് പോലീസിന് ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണമൊന്നും തൽക്കാലം അന്വേഷണം നടത്തണ്ട എന്ന നിലപാട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നടപടി ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയതെന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്നും റിപ്പോർട്ട് തേടാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഒപ്പം കൂടുതലൊന്നും പറയാനില്ല. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ അത് ജുഡീഷ്യൽ ഓവർറീച്ച് ആകുമെന്നും ജഡ്ജി ജസ്റ്റിസ് BG അരുൺ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ശ്വേതാ മേനോനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്, ഒരു ഉത്തരവ് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശ്വേതാ മേനോൻ പറയുന്നത് പ്രകാരം ഈ അമ്മയുടെ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള പരാതി വരുന്നത്. ദുരുദ്ദേശത്തോടെയും പകയോടുകൂടിയാണ് തനിക്കെതിരെ ഈ പരാതി വന്നിരിക്കുന്നത്. ഈ സിനിമ പോലും നിയമപ്രകാരം സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള സിനിമയാണ്. അങ്ങനെ ഉള്ള അഭിനയിച്ച ഒരു സിനിമയ്ക്ക് ഇത്തരത്തിലൊരു പരാതി വരുന്നത് ഇത് ഒരു ഗൂഢാലോചനയുടെയും ദുരുദ്ദേശത്തിന്റെയും ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഹർജിയിൽ പ്രധാനമായും ശ്വേതാ മേനോൻ ഉന്നയിച്ചത്. ഇത് നിലനിൽക്കും, പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഹൈക്കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കേസ് തൽക്കാലം ഇതിൽ തുടർ നടപടികളോ തുടർ അന്വേഷണമൊന്നും വേണ്ട എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി പോലീസിനും നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു മജിസ്ട്രേറ്റിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത് എന്നതിലൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം എതിർ കക്ഷികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും, കാരണം എന്തായാലും ഈ സിനിമാ സംഘടനയുടെ അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ കേസും പരാതിയൊക്കെ ഉയർന്നു വന്നത്. എന്തായാലും ശ്വേതാ മേനോനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് കാര്യങ്ങൾ. കാരണം നേരത്തെ നവമി നമ്മളിത് സ്പോട്ട് ലൈവിൽ ആദ്യം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുൻപ് എടുത്ത സിനിമകൾ, അന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് അടക്കം നൽകിയ സിനിമ, അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണങ്ങളുണ്ട്. ശ്വേതാ മേനോൻ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നൊരു പരാതിയുമായി പോലീസിനെയോ കോടതിയെ സമീപിക്കാനുള്ള നീക്കം ശ്വേതാ മേനോന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ മാത്രമല്ല, പോലീസ് ഇതിന് ഗൂഢാലോചന ഉണ്ടെങ്കിൽ, ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമോ? അത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന തരത്തിൽ ശ്വേതാ മേനോൻ പരാതിയൊന്നും പോലീസിന് നൽകിയിട്ടില്ല. പകരം ഹൈക്കോടതിയിൽ മാത്രമാണ് ഇതൊരു ഗൂഢാലോചനയാണ്, ഈ ഇന്നലെ പുറപ്പെടുവിച്ച കോടതിയുടെ ഉത്തരവ് അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ ശ്വേതാ മേനോൻ ഇന്ന് സമീപിച്ചത്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്നതിനാൽ വേഗം തന്നെ ഈ ഹർജി പരിഗണിക്കണം എന്നൊരു അപേക്ഷ കൂടി അഭിഭാഷകർ മുഖേന ശ്വേതാ മേനോൻ കോടതിയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം, രാവിലെയാണ് ഹർജി ഫയൽ ചെയ്തത്, ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ തൽക്കാലം ഇതിന്റെ അന്വേഷണവുമായി തുടരേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഹൈക്കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ ഇനി ഇതിൽ കൂടുതൽ പരാതി നൽകുമോ എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്. ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന സംശയം ശ്വേതാ മേനോൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പോലീസ് നടപടികളുമായി നിയമപരമായി തന്നെ വീണ്ടും മുന്നോട്ട് വരാൻ തന്നെയായിരിക്കും ശ്വേതാ മേനോൻ തീരുമാനിച്ചിരിക്കുക. ഈ പരാതിക്കാരന് പിന്നിൽ പോലും ചിലരുണ്ട്, അത് സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഉണ്ട് എന്ന പല നടിമാരുടെയും വെളിപ്പെടുത്തൽ സ്വാഭാവികമായും ശ്വേതാ മേനോനും അത്തരത്തിലൊരു സംശയമുണ്ടായിരിക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം എന്ന് ശ്വേതാ മേനോൻ തന്നെ തന്റെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ശ്വേതാ മേനോന് ഇനി ഇതിൽ എന്താണ് പറയാനുള്ളത്? കൂടുതൽ നിയമ നടപടിയുമായി പരാതിക്കാരനെതിരെയും ഒക്കെ മുന്നിലേക്ക് വരുമോ ശ്വേതാ മേനോൻ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നടി ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ധർമ്മസ്ഥല കേസന്വേഷണം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയേക്കും. ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം ഉടൻ തീരുമാനമെടുത്തേക്കും. അതേസമയം 13-ാം പോയിന്റിലും മണ്ണ് കുഴിച്ചുള്ള പരിശോധന തുടരുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ധർമ്മസ്ഥലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, ഈ ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ അതെല്ലാം
സത്യമാണെന്ന് കൃത്യമായും തെളിയുന്നു ഓരോ ദിവസങ്ങളുടെ പരിശോധനകളിലും. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നു, പരിശോധന നീങ്ങുന്നു. അതിനിടെ ഈ കേസിൻ്റെ അന്വേഷണം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറാനുള്ള നീക്കമുണ്ട്. നിലവിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെയാണോ പുതിയ സംഘം അന്വേഷിക്കാനായി എത്തുക? ടോമേ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പോയിന്റ് 13 ഇതാണ് ഏറ്റവും ഒടുവിലായി ആദ്യഘട്ടത്തിൽ മാർക്ക് ചെയ്ത പോയിന്റ്. പക്ഷേ ഇന്ന് പരിശോധന ഉണ്ടായിട്ടില്ല, SIT സംഘം എത്തിയിട്ടില്ല. ശുചീകരണ തൊഴിലാളിയും അതുപോലെ തന്നെ SIT സംഘവും ഇപ്പോൾ ബെൽത്തങ്കാടി ഓഫീസിലുണ്ട്. പക്ഷേ ഇന്നത്തെ പരിശോധന ഇന്ന് നടത്തിയിട്ടില്ല. എന്താണ് തുടർ നീക്കമെന്നറിയില്ല. ഒരു പക്ഷേ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഇവിടെ കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇത്രയും സ്ഥലമുണ്ട്. ഇത് വലിയൊരു സ്ഥലമാണ്. അതായത് കഴിഞ്ഞ മാർക്ക് ചെയ്ത എല്ലാ പോയിന്റിനേക്കാളും ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ഒരു ഏരിയയാണ്. നമുക്ക് കാണാം, മാർക്ക് 13 പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയതും കാണാം. അതായത് ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്നത് ഈ സ്നാനഘട്ടയിലാണ്. അതിന് സമീപത്താണ് ഈ ഒരു 13ാം പോയിന്റ് ഉള്ളത്. ഇവിടെ പരിശോധന വളരെ നിർണായകമാണ്. ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് പറയുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ പരിശോധന നടത്താനാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ തീവ്രവാദ വിരുദ്ധ വിഭാഗം ഈ കേസ് അന്വേഷിക്കുമെന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. അതായത് ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ചിപ്പോൾ പരാതി വന്നിരിക്കുന്നു. ആഗസ്റ്റ് 2 ഇത്തരത്തിൽ പരാതി വന്നിരിക്കുന്നത്. ആഗസ്റ്റ് 4 ഈ പരാതി തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. അവർ ഇത് അന്വേഷിച്ച് വരികയാണ്. ഒരു പക്ഷേ NIA ഉൾപ്പെടെ ഇവിടെ അന്വേഷണത്തിന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ SITക്ക് തന്നെയാണ് ഇവിടെ അന്വേഷണ ചുമതലയുള്ളത്. തീവ്രവാദ വിരുദ്ധ വിഭാഗം എന്ന് പറയുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള തീവ്രവാദ വിരുദ്ധ വിഭാഗമാണോ അതോ കേന്ദ്ര NIA സംഘമായിരിക്കുമോ, ഈ ദേശീയ അന്വേഷണ ഏജൻസി ആയിരിക്കുമോ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഒരു സംഘടനയ്ക്കാണ് ഇത് ഇത്തരത്തിൽ ഒരു അന്വേഷണം പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നമുക്ക് കാണുന്നത്. CTCR എന്ന് പറയുന്ന ഇത്തരത്തിൽ തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന CTCR-നാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് പരിശോധിക്കാനായി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ പരിശോധന പൂർത്തിയായാൽ അവർ ഏത് രീതിയിൽ ഈ അന്വേഷണം ഏറ്റെടുക്കണമോ എന്ന കാര്യത്തിലൊക്കെ ആഭ്യന്തര മന്ത്രാലയം ഇതിൽ തീരുമാനമെടുക്കും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം വളരെ ഗൗരവത്തിൽ ഈ കേസ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിന്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ട്. 100ഓളം പേരെ ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്ന ഒരു ആരോപണമാണ്, അത്തരത്തിലുള്ള വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച പോലീസുകാരാണ്. അതായത് 13 എന്ന് പറയുന്ന പോയിന്റ് വളരെ നിർണായകമാണ്. കഴിഞ്ഞ 9 ദിവസമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാവലുണ്ട്. ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവർ. ഇവിടെ 24 മണിക്കൂറും ഈ 13ാം പോയിന്റിന് ഇത്തരത്തിൽ കാവലുണ്ട്. ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല വലിയ തോതിലുള്ള വെളിപ്പെടുത്തലുണ്ടായ, അതായത് കൂടുതൽ ഇത്തരത്തിൽ മൃതദേഹം ഉണ്ട് എന്ന് പറയുന്ന, കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ വലിയ കാവലാണ്. 4ഓളം ഉദ്യോഗസ്ഥർ ഇവിടെ 24 മണിക്കൂറും നിൽക്കുന്ന കാണാം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇന്ന് പരിശോധനയില്ല. അതെന്താണ് SITയുടെ നീക്കമെന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചു SIT? ഒരു പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ SITയുടെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും തേടുന്നുണ്ടോ, അത്തരം റിപ്പോർട്ട് SIT നൽകുന്നുണ്ടോ? അത് വളരെ പ്രധാനമാണ്. അതാണിപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു SITയുടെ ഭാഗത്തു നിന്നും വിവരങ്ങളൊന്നും തന്നെയില്ല. ഇവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ ഇത്തരത്തിൽ കുഴിച്ചെടുത്തോ അത്തരം കാര്യങ്ങളൊന്നും SIT ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പല സ്ഥലങ്ങളിൽ നിന്നും വളരെ നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമ്മൾ ഇന്നലെ വരെ വളരെ വിശദമായ ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം സ്ഥിരീകരണം വരേണ്ടത് SITയുടെ ഭാഗത്തു നിന്നാണ്. ഏതായാലും നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ സ്ഥലമാണ് വളരെ പ്രധാനം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അത് വലിയ ഒരു ഏരിയയാണ്. ഇത്തരത്തിൽ റിപ്പോർട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോലീസ് സുരക്ഷയും കൃത്യമായി ഇവിടെയുണ്ട്. റോഡിനോട് ചേർന്ന് കിടക്കുന്ന നേത്രാവതി പുഴയ്ക്ക് സമീപമുള്ള സ്നാനഘട്ട സമീപമാണ് ഈ സ്ഥലം. ഇത് ശുചീകരണ തൊഴിലാളി ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇന്നലെ നമ്മൾ പുറത്തുവിട്ടതാണത്. 6ഓളം ദൃക്സാക്ഷികൾ ഇവിടെ ഈ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിടുന്ന് കണ്ടു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോയിന്റ് വളരെ പ്രധാനമാണ്. ഇത് കൃത്യമായി ഇത്തരത്തിൽ
ഇത്തരത്തിൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഇവിടെ എത്തിക്കും. അത് എത്തിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന്, ഇത്തരത്തിലുള്ള മനുഷ്യ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അതിൽ പരിശോധിക്കും. അത് മോണിറ്ററിൽ കാണുന്ന സംവിധാനമാണ്. വളരെ താഴ്ചയിൽ തന്നെ ഉള്ള ഇത്തരം വസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കും. ആ സംവിധാനം ഇവിടെ എത്തിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക്, ഇപ്പുറത്തെ ദൃശ്യങ്ങളിലൊക്കെ സ്നാനഘട്ടയുടെ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ പോലീസ് സുരക്ഷ കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കും അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസ് 18 മാത്രമാണ് ഏക ചാനൽ, കേരളത്തിൽ നിന്നുള്ള മലയാള ചാനൽ ഏക ചാനൽ ഇവിടെ റിപ്പോർട്ടിംഗ്, ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ഉള്ള ഒരേ ഒരു ചാനൽ ന്യൂസ് 18 ആണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വലിയ തോതിലുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരുള്ള അക്രമമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ബൈജു, ഇന്നലെ കണ്ടതാണ് വളരെ ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു. മാധ്യമങ്ങൾക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നു. നമുക്കറിയാം ഇത് ഈ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം പുറംലോകത്തെ അറിയിച്ചത് ന്യൂസ് 18 കേരളമാണ്. KV ബൈജു അടങ്ങുന്ന നമ്മുടെ വാർത്താ സംഘം, ന്യൂസ് 18 വാർത്താ സംഘം ധർമ്മസ്ഥലയിലെത്തി അവിടുത്തെ വിവരങ്ങൾ പുറംലോകത്തെ അറിയിക്കുന്നു. അതിനുശേഷമാണ് കർണാടകയിലെ മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇന്നലെ ഒരുപക്ഷെ ന്യൂസ് 18 നമ്മുടെ വാർത്താ സംഘത്തെ, ബൈജു അടങ്ങുന്ന നമ്മുടെ ന്യൂസ് 18 വാർത്താ സംഘത്തെ ലക്ഷ്യമിട്ടാണ് ഈ അക്രമികൾ ഡി ഗ്യാങ് അവിടെ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ അവരുടെ ഭീഷണിയെ തുടർന്ന് മറ്റുള്ളവർ അവിടെ പിന്നോട്ട് പോകുന്നു. ബൈജു എന്തായാലും സൂക്ഷിച്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുക. പക്ഷേ നമുക്ക് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോഴും അത്തരം പ്രതിഷേധം അല്ലെങ്കിൽ വീണ്ടും ഇവരുടെ ഭാഗത്തു നിന്നൊരു ഭീഷണി ഉണ്ടാകാനുള്ള, ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് നമുക്കൊരു കൃത്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ടോ ബൈജു? നിലവിൽ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഒരു സംരക്ഷണം നമുക്ക് ലഭിച്ചു തുടങ്ങിയത്. കാരണം ജില്ലാ SP അരുൺകുമാർ, ഡോക്ടർ K അരുൺ ഇത് സംബന്ധിച്ച് ധർമ്മസ്ഥല പോലീസിന് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾക്കാണ്, ന്യൂസ് 18 ഇപ്പോൾ ഇത്തരത്തിൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും കേരള മാധ്യമങ്ങൾക്ക് എതിരെ ഇത്തരത്തിൽ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇവർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 5 പേർക്കെതിരെയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. 5 മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ ഉപകരണങ്ങൾ, ഇവരുടെ വാഹനങ്ങളെല്ലാം തകർത്തിട്ടുണ്ട്. അതിനുശേഷം വലിയ പ്രതിഷേധമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉണ്ടായത്. ഒരുപാട് ആളുകൾ, 1000-ഓളം ആളുകൾ ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രതിഷേധം അതേപടി തുടരുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഇന്നലെ ഇത്തരത്തിലുള്ളൊരു സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലാണോ ഇന്ന് പരിശോധന ഒരു ദിവസത്തേക്ക് നിർത്തിവെച്ചതെന്ന് അറിയില്ല. എന്തായാലും അത് സംബന്ധിച്ച് വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ഇവിടെ ഒരു കൃത്യമായ ഭീകരമായൊരു അവസ്ഥ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമല്ല. മാത്രമല്ല ഒരു 5 മണി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണമെന്ന ഒരു മുന്നറിയിപ്പും പോലീസ് നൽകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് പോലീസിൻ്റെ സുരക്ഷയിലാണ് ഈ റിപ്പോർട്ടിംഗ് ഉള്ളത്. ഈ പരിസരത്ത് ഇത്തരത്തിലുള്ള ഗ്യാങ് ഇപ്പോഴും ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ആ രീതിയിലുള്ള അഴിഞ്ഞാട്ടം ഉണ്ടായത്. ഇവരുടെ വലിയ തോതിൽ സംഘം ഇത്തരം വാഹനങ്ങൾ എത്തുകയും ഇരുമ്പ് തണ്ടും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം അവരിപ്പോഴും ഇവിടെ ആക്റ്റീവായി ഉണ്ട് എന്ന് പറയേണ്ടി വരും. എന്തായാലും ആ കാര്യത്തിൽ ഈ സ്ഥലങ്ങളൊക്കെയാണ് വളരെ പ്രധാനം. ടോമ, ഒരിക്കൽ നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ റിപ്പോർട്ടിങ്ങിന് പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ആ സ്ഥലങ്ങളെല്ലാമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ പോലീസ് ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് ബസ് കുറച്ച് അപ്പുറത്ത് മാറി വലിയ ബസ് പോലീസുണ്ട്. SP ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. IG ഉണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ക്യാമ്പ് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പോലീസ് വളരെ ജാഗ്രതയാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് നേരെ വ്യാപകമായ അക്രമം ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ധർമ്മസ്ഥലയിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. നിലവിൽ ഭീഷണിയുടെ ഒരു സ്വരം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് മറ്റ് കേരളത്തിൽ നിന്നുള്ള ചാനലുകളെല്ലാം ഇവിടെ നിന്നും ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്നും പോയിട്ടുണ്ട്. നമ്മൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ള ഏക മലയാളം ചാനൽ. ഒപ്പം അല്പം കന്നഡ ചാനലും ദേശീയ ചാനൽ 1-2 ദേശീയ ചാനലും ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്നാനഘട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ വലിയ തോതിൽ അക്രമമുണ്ടായ, മർദ്ദനമുണ്ടായ, മാധ്യമപ്രവർത്തകർക്ക് നേരെ മർദ്ദനമുണ്ടായ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ടോം, വ്യക്തമാണ്. വലിയ ഭീഷണിയുടെ നടുവിലാണ് KV ബൈജു ധർമ്മസ്ഥലയിൽ നിന്നും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട്, അതായത് സൗജന്യനെ പോലെ, അതുപോലെ അനന്യ ഭട്ടിനെ പോലുള്ള നിരവധി പെൺകുട്ടികളുടെ കുടുംബങ്ങളുടെ കണ്ണീര് വീണ ഒരു മണ്ണാണ്, നിരവധി സ്ത്രീകളുടെ ചോര വീണ മണ്ണാണത്. അവിടെയാണ് KV ബൈജു വളരെ ധീരമായി ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണമുണ്ട്. കാരണം അവിടുത്തെ സത്യാവസ്ഥ, അവിടെ കുഴിച്ചിട്ട രഹസ്യങ്ങളത് പുറത്തു കൊണ്ടുവരണം. പോലീസ് പോലും ഭയപ്പെട്ട, അല്ലെങ്കിൽ പോലീസ് പോലും അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിലാണ്
ന്യൂസ് 8-ൻ്റെ KB ബൈജു ഉൾപ്പെടുന്ന ന്യൂസ് 8 വാർത്താ സംഘത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും അത് പുറം ലോകത്തെ അറിയിക്കുകയും ആക്ഷൻ കൗൺസിലിൻ്റെ പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരുകയും ചെയ്തത്. അതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. പക്ഷേ ഇത് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്, അവരെ പ്രകോപിതരാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ ധർമ്മസ്ഥലയിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണം. ജൈനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യൻ്റെ കസ്റ്റഡി 7 ദിവസത്തേക്ക് കൂടി നീട്ടി ചോദിക്കാൻ ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ കോടതിയിൽ ക്രൈംബ്രാഞ്ച് അപേക്ഷ സമർപ്പിച്ചു. DNA പരിശോധനയ്ക്കായി ആദ്യം അയച്ച ശരീരാവശിഷ്ടങ്ങളുടെ ഫലം കേസിൽ നിർണായകമാണ്. അതേസമയം സ്ത്രീകളുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ്റെ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും തുറന്നുപറച്ചിലുകൾ വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇവരുടെ വിശദമായ മൊഴി വൈകാതെ രേഖപ്പെടുത്തും. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ആദ്യം അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചതായി സഹോദരൻ പ്രവീൺ ആരോപിച്ചു. ബിന്ദുവിൻ്റെയും തൻ്റെയും പേരിലുണ്ടായിരുന്ന 3 ഏക്കർ ഭൂമി സെബാസ്റ്റ്യൻ തട്ടിയെടുത്തെന്നും പ്രവീൺ പറഞ്ഞു. പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് 8 പേജുള്ള എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് പോയത്. അതിൽ തന്നെ ഈ വസ്തു മറിച്ചു വിറ്റ സ്ത്രീയെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാം വിശദമായ ഒരു പരാതിയാണ്. ആ പരാതിക്ക് FIR ഇടാൻ കാല സമയമെടുത്തു. ആ അന്വേഷണത്തിന് ഇച്ചിരി ലേറ്റ് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോഴുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഇത് ആദ്യത്തെ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടാകണമല്ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ മിസ്സിംഗ് കേസിൽ FIR ഇടാനൊക്കെ ഒരു ലേറ്റ്. ഞങ്ങൾ പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള സമീപനവും കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു ഡിലേ വരുമ്പോഴും അത് ശരിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അവർ ഇങ്ങനെയായിട്ട് തന്നെ പോകുന്നു. അല്ല, 100% ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ ബിന്ദു പത്മനാഭനെ കാണാതായി എന്നും പറഞ്ഞ് വെറുതെ ഒരു പരാതിയല്ല ഞാൻ. അതിനകത്ത് ഞാനത് കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സെബാസ്റ്റ്യനിലേക്ക് പോകുന്നത്? ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം സെബാസ്റ്റ്യനുമായിട്ട് വസ്തുവിടപാടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അറിഞ്ഞു. ഈ വസ്തു മറിച്ചു വിറ്റത് വേറെ ലേഡി വെച്ച് മറിച്ചു വിറ്റത് അറിഞ്ഞു. അതതിനകത്ത് നമ്മൾ പറയുന്നു. സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു. ഒരു പ്രാവശ്യം പോയി ചോദിക്കാം, നേരിട്ട് കണ്ട്. അത് പുള്ളി അതിന് സമയം തരാൻ തന്നെ 4 മാസം എടുത്തു ഒന്ന് കാണാൻ സെബാസ്റ്റ്യൻ. അപ്പോൾ പല രീതിയിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ലേഡി വരുന്നു. എപ്പോൾ ഞാൻ ചെല്ലുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നു, പിന്നെയും വരുന്നൊരു ഡേറ്റ് വരുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഡോക്യുമെൻ്റ് എടുക്കാറുണ്ട്. ഡോക്യുമെൻ്റ് ഇവിടെ വച്ചിരിക്കും ഉപയോഗിക്കുകയാണ്. ആ ലേഡിയുടെ ഫോൺ നമ്പർ അറിയില്ല, ആ ലേഡി എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പം അതായത് പറയുന്ന മുഴുവൻ കള്ളം. പിന്നെ അപ്പം അത് കഴിഞ്ഞാണ് ഞാൻ പോലീസ് ഇതിൽ കൊടുക്കുന്നത്. അപ്പം പിന്നെ ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, ഈ കേസിൽ അന്വേഷണ സംഘം ഇന്നലെ കുഴിയെടുത്ത്, അതായത് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള കൂടുതൽ സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയെന്നറിയണം. ഇനി എന്താണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളെന്നറിയണം. 7 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യണം, കൂടുതൽ തെളിവെടുപ്പ് നടത്തണം. ഈ സ്ഥലങ്ങളിൽ വീണ്ടും എത്തിക്കാനുള്ള നീക്കമുണ്ടാകും. പക്ഷേ അതോടൊപ്പം ഈ ബന്ധുക്കളും ഈ സെബാസ്റ്റ്യൻ്റെ അയൽവാസികളും ചില പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സെബാസ്റ്റ്യൻ ബന്ധുക്കൾക്ക് വിഷം നൽകി, ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി, എലിവിഷം കലർത്തി നൽകി അവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ടോമേ, സെബാസ്റ്റ്യൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് അത്തരത്തിലൊരു മൊഴി പോലീസിന് നൽകിയിട്ടുള്ളത്. അതായത് ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് അന്വേഷണ സംഘം അവിടെ വീട് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ബന്ധുക്കളിൽ നിന്നൊക്കെ വിശദാംശങ്ങൾ തേടിയിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഇക്കാര്യം, CB എന്ന വ്യക്തിയാണ് ഇക്കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ക്രൈംബ്രാഞ്ചിൽ നൽകിയിട്ടുള്ള മൊഴി പ്രകാരം പറഞ്ഞിട്ടുള്ളത്, ഇതിന് മുമ്പ് ഒരു തർക്കമുണ്ടായപ്പോൾ, അതായത് വീട്ടിലേക്കുള്ള ഇലക്ട്രിക് കണക്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായ ഘട്ടത്തിൽ ഈ സെബാസ്റ്റ്യൻ വീട്ടിൽ സഹോദരി മാത്രമുണ്ടായിരുന്ന സമയത്ത് ഭക്ഷണത്തിൽ വിഷം കലർത്തി എന്നുള്ള ഒരു നിർണായകമായ വിവരം, അതായത് ഇയാൾക്കൊരു ക്രിമിനൽ സ്വഭാവം പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യക്തമാക്കുന്നത്, അന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് ഈ പുറത്തു പോയി തിരികെ വന്നിരുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കാനായി എടുത്തപ്പോൾ
ഭക്ഷണത്തിന് കുറച്ച് പേർ കഴിച്ചു, പിന്നെ എന്തോ ഭക്ഷണത്തിന് സ്മെല്ലുണ്ടായിട്ട് അവരെ പരിശോധിച്ചു. അങ്ങനെ കഴിച്ചവർ ആശുപത്രിയിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ വളർത്തുന്ന കോഴിക്ക് അത് കൊടുത്തപ്പോഴത്തേക്കും ഈ കോഴി ചത്തുപോയി എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആശുപത്രിയിൽ ചെന്ന ഘട്ടത്തിൽ എലിവിഷമാകാമെന്നുള്ള നിഗമനമാണ് ഡോക്ടർ പങ്കുവച്ചത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ആ രീതിയിലുള്ള മൊഴിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ നിർണായകമായ പല വിവരങ്ങൾ ഇയാളുടെ ഒരു സ്വഭാവത്തെ സംബന്ധിച്ച് ഇയാൾക്ക് നേരത്തെ തന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളത്, അതിൽ തന്നെ ഏറ്റവും പ്രധാനം അയൽവാസി കൂടിയായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിൽ തന്നെ ഇയാൾ ചെറുതിൽ തന്നെ തൊട്ടടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി അത് തൊട്ടടുത്തുള്ള കുളത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു എന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ആ രീതിയിൽ ഇയാൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചെറുപ്പം മുതൽ തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഓരോ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിൽ അത്തരത്തിൽ ഈ ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പരമാവധി ഇയാൾ ഇത്തരം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം പല ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്നും വിട്ടുപറയാത്തൊരു സാഹചര്യത്തിലാണ് സെബാസ്റ്റ്യൻ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് പറയുന്നത്. ആലപ്പുഴക്കാർക്ക് ഇതുവരെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടില്ല. ക്രൈംബ്രാഞ്ച്, കോട്ടയം ക്രൈംബ്രാഞ്ച് ഇപ്പോഴും പിന്നീടും അത് എനിക്ക് തോന്നുന്നു അന്വേഷണം അവരുടെ കസ്റ്റഡി നീട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കോടതി സമീപിക്കുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ ഇറ്റലിയിൽ നിന്ന് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന് അദ്ദേഹം എത്തി രണ്ടാമത് രക്തസാമ്പിളുകൾ അതാണ് ഈ പ്രവീൺ ഇന്ന് വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. പ്രവീണിന്റെയും ബിന്ദുവിന്റെയും 3 ഏക്കറോളം ഭൂമി സെബാസ്റ്റ്യൻ തട്ടിയെടുത്തു. അതോടൊപ്പം ബിന്ദു ജീവിച്ചിരിപ്പുണ്ടെന്ന് ഈ സഹോദരനടക്കം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇവിടെ പോലീസിനെതിരെയാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായ വിമർശനം പ്രവീൺ ഉന്നയിച്ചത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ബിന്ദുവിനെ കാണാനില്ലെന്ന് പരാതി നൽകിയതിന് ശേഷം പോലീസ് ഒരു ഉണർന്ന് പ്രവർത്തിച്ചില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായെന്ന് പ്രവീൺ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് പോലീസ് കൃത്യമായി അന്വേഷിച്ചായിരുന്നുവെങ്കിൽ ഇത്രയധികം അതിനുശേഷം ഇതുപോലുള്ള സ്ത്രീകളുടെ ഒരു തുടർച്ചയായുള്ള തിരോധാനങ്ങളോ അതല്ലെങ്കിൽ അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ അതുപോലുള്ള ദാരുണമായ സംഭവങ്ങളോ ഉണ്ടാകില്ലായിരുന്നല്ലോ. ടോം, ഈ പ്രവീൺ പറയുന്ന കാര്യങ്ങൾ അന്ന് മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിൽ ഇപ്പോഴും അയാൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ സെബാസ്റ്റ്യൻ എത്രമാത്രം ബുദ്ധിപൂർവ്വമാണ് സ്ത്രീകളെ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത്, അതായത് 2003 കാലയളവിലാണ് ബിന്ദു പത്മനാഭന്റെ രക്ഷകർത്താക്കൾ മരണമടയുന്നത്. അച്ഛനും അമ്മയും 1 മാസത്തെ വ്യത്യാസത്തിലാണ് മരണപ്പെടുന്നത് എന്നുള്ളതാണ്. അമ്മ മരിക്കുന്നു, അതിനുശേഷം 1 മാസം കഴിയുമ്പോൾ തന്നെ ബിന്ദുവിന്റെ അച്ഛനും മരിക്കുന്നു. 2003 ബിന്ദുവിന്റെ പേരിലുള്ള 30 ബിന്ദുവിന്റെ വീടിന്റെ ഉടമസ്ഥതയിലുള്ള അവരുടെ കുടുംബ പുരയിടമായ 30 സെന്റ് ഭൂമിയും വീടും എല്ലാം കൂടി വളരെ തുച്ഛമായ വിലയ്ക്ക് ബിന്ദു വിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇടപ്പള്ളിയിലുള്ള അച്ഛൻ്റെ സ്വത്തുക്കളടക്കം, അച്ഛൻ അന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു. അത്തരത്തിൽ ആ രീതിയിൽ സാമ്പത്തികമായി നല്ല എക്സൈസ് ഇൻസ്പെക്ടർ, സഹോദരൻ അബ്കാരി ബിസിനസ് ചെയ്യുന്ന ആള്, അങ്ങനെ സാമ്പത്തികമായി നല്ല ഔന്നത്യത്തിലുള്ള ഒരു കുടുംബമായിരുന്നു. അവിടെ നിന്നാണ് ഈ പ്രവീണിന്റെ ബിസിനസ് സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും പ്രവീൺ ഇറ്റലിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 96 പ്രവീൺ ഇറ്റലിയിലേക്ക് പോകുന്നു. അതിനുശേഷം പിന്നീട് ഈ ബിന്ദുവും അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അന്നത്തെ കാലത്ത് ഈ 96 കാലയളവിൽ ബിന്ദു അന്ന് MBA പഠിക്കുന്നതിനായി ബാംഗ്ലൂർ ഇവര് പഠിക്കുന്നുണ്ടായിരുന്നു. ആ പോയി വരുന്ന ഘട്ടത്തിലാണ് പ്രവീൺ ഒരു ഘട്ടത്തിൽ അറിയുന്നത് ഈ കുടുംബ സ്വത്തായ 30 സെന്റ് ഭൂമി, ആ വീടും 30 സെന്റ് മേലുണ്ടെന്നാണ്, അത് വിറ്റു എന്നുള്ളത്. അങ്ങനെ പ്രവീൺ ഇത് അന്വേഷിച്ച് 2013 നാട്ടിലേക്ക് വരുന്നത്. ചില പ്രശ്നങ്ങൾ വിസ സംബന്ധിച്ചും ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് വരുന്ന ഘട്ടത്തിൽ 2017 ഇയാൾ സെബാസ്റ്റ്യനെ കാണാൻ ശ്രമിച്ചപ്പോൾ പോലും 4 മാസം പ്രവീണിനെ നടത്തിച്ചിട്ടാണ് കണ്ടതെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇയാൾ ഓരോ ഘട്ടത്തിലും ജീവനോടെ ഇവർ ഉണ്ട് എന്ന് ഫോൺ സംഭാഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. ബന്ധുക്കളെ കാണിച്ചു, പുറകെ നിന്ന് കാണിച്ചു, അതാണ് ബിന്ദു എന്ന് പറഞ്ഞ അടുത്താരെയും കാണിച്ചിട്ടില്ല. ആ രീതിയിൽ ഇവർ ട്വിസ്റ്റ് ചെയ്ത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പ്രവീണിന്റെയും അതോടൊപ്പം സെബാസ്റ്റ്യന്റെ ബന്ധുവിന്റെയും മറ്റ് അയൽവാസികളുടെയും ഉൾപ്പെടെയുള്ള മൊഴികൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. ഇയാൾ കൂടുതൽ പേരെ അപായപ്പെടുത്തിയിട്ടുണ്ടോ, അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എങ്കിൽ അതേക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് അന്വേഷിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.